നല്ല പദമായിരുന്നുണ്ട്, കാണാൻ പറ്റണ്ട. നല്ല പദമായിരുന്നു കേട്ടോ, നല്ല മണമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞൂസിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം അല്ലെങ്കിൽ അവരുടെ ശരീരമൊക്കെ സംരക്ഷിക്കാൻ പാകത്തിന് ഒരു സോപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം തന്നെ നമുക്കിവിടെ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, കാണിച്ചത്. നമ്മള് സാധാരണ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന സുലഭമായിട്ടുള്ള നല്ല നിറമൊക്കെ ഉള്ള ക്യാരറ്റ്. രണ്ടാമത് നമ്മളൊരു പിയേഴ്സിന്റെ സോപ്പായിട്ട്, അത് പിയേഴ്സിന്റെ സോപ്പ് എടുക്കുക കാരണം അതിനകത്ത് ഗ്ലിസറിൻ കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ എളുപ്പത്തിന് നമ്മൾ എടുക്കുന്നതാണ്. കുഞ്ഞു പിള്ളേർക്ക്, ഞാൻ എൻ്റെ കുഞ്ഞിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സോപ്പാണ്, പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പൊ ആ സോപ്പ്, പിന്നെ നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യുന്ന സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, അപ്പൊ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കൊരു സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ സോപ്പിൽ നിന്ന് തന്നെ കുറച്ച് സോപ്പ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞിടുക, മിക്സിയിൽ അടിക്കാൻ പാകത്തിന് നമ്മൾ അരിഞ്ഞിടുക. ചെറിയ കഷ്ണമായിട്ടാട്ടോ അരിഞ്ഞിടുന്നത്. ഞാൻ 2 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ സോപ്പ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ക്യാരറ്റ് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം, നമുക്ക് ജസ്റ്റ് ഒരു ജ്യൂസിൻ്റെ ഇത് മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണേ. മാത്രം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ഗ്ലാസ്സിന് പകുതി വെള്ളം മാത്രമായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. അതൊഴിച്ചു നന്നായിട്ട് അരിച്ചെടുക്കാൻ പോവാണേ. നമ്മൾ അടിച്ച ജ്യൂസിനെ നമ്മൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനകത്ത് 4 കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് വെള്ളം മാത്രം, ജ്യൂസ് മാത്രം മതി. അപ്പം അത് നമ്മൾ അരിച്ചെടുക്കുകയാണേ. അപ്പം നമ്മൾ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്, അതൊരു കപ്പിൽ മാറ്റി വെച്ചു. ഇനി അടുത്ത വേണ്ടത് നമ്മൾ ആ സോപ്പാണ് കേട്ടോ. സോപ്പ് ഫസ്റ്റ് ഇതിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണമാക്കി നമ്മൾ മുറിക്കുകയാണേ, ഈസി ആയിട്ട് വേഗം ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഗ്ലിസറിൻ കണ്ടന്റ് കൂടുതലുള്ള സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഈ സോപ്പ് തന്നെ വേണമെന്നില്ല. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിലെ ഏത് പാത്രമാണോ ആ പാത്രത്തിൽ വെള്ളം എടുക്കുക. സ്റ്റീലിന്റെ പാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഡബിൾ ബോയിൽ മെത്തേഡാണ് അത്. ഞാൻ പിന്നീടാണ്, എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് സയൻസ് കാര്യങ്ങളൊന്നും. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് അതിനെപ്പറ്റി അറിയുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് വെച്ചാൽ വെള്ളം വെച്ചിട്ട് ആ ചൂടോട് കൂടിയിട്ട് ഇത് അലരും. ഈ സംഭവം സോപ്പ് നമ്മൾ വെച്ചെടുക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ടൊന്നുമില്ല. നമുക്കത് പതുക്കൊന്ന് ഒന്നെങ്കിൽ എനിക്ക് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടിരിക്കും. ഇത് ഇട്ട് കൊടുത്താലും മതി. അപ്പം അവിടെ ഇരുന്നിട്ട് അത് അലരും കേട്ടോ. സോപ്പ് അലർന്ന് വരും ഹീറ്റ് കൊണ്ടിട്ട്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടാ ചെറുതായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അടിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അത് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അത് മെൽറ്റ് ആവണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് മെൽറ്റാവും. അപ്പോഴാണ് നമ്മൾ അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണേ. അപ്പോൾ നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡ് ത്രൂ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും അത് അലന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളപ്പം തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ചെറുതായിട്ട് തീ ഉറച്ചിട്ട് കൊടുക്കാം കേട്ടോ, കാരണം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തീ ഉറച്ചിട്ടിട്ട് ക്യാരറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഇല്ലേ, ആ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തു. നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണേ. ഇളക്കിയിട്ട് ഒരു ഐറ്റം കൂടെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇതെനിക്ക് പൊട്ടി, ഞാൻ തൽക്കാലത്തേക്ക് പിന്നൊന്നും എടുത്തില്ല. അപ്പം അത് ഞാൻ വാങ്ങുന്ന തന്നെ പൊട്ടിക്കുകയാണേ. പണ്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ട് മുഖത്ത് വയ്ക്കുമായിരുന്നു. പണ്ടൊക്കെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫുൾ മുഖത്തൊക്കെ തേച്ചുകൊണ്ട് എടുക്കുമായിരുന്നു കോളേജ് ടൈമിലൊക്കെ. ആരെങ്കിലൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തും തേക്കാൻ ഭയങ്കര അതിനാണ്. ഇത് ചൂടാണല്ലേ സത്യം പറഞ്ഞാൽ. ഇപ്പൊ രാത്രി എത്ര മണി? 11 മണിയായിരുന്നു എനിക്ക് തോന്നുന്നു. 11 മണിയില്ലേ? 11 മണിയായി. ഭയങ്കര ചൂട്. ഞാൻ കുളിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞേ. സോപ്പൊന്ന് റെഡി ആവുമായിരുന്നെങ്കിൽ സോപ്പ് വെച്ച് കുളിക്കായിരുന്നു.
ഈ സോപ്പ് റെഡിയാകുന്ന നമ്മളിപ്പോ ഒരുപാട് സമയം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. കണ്ടോ ചെറുതായിട്ട് പതയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് പതുക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേ. തിളച്ചപ്പാട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ഐറ്റം ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടായതുകൊണ്ട് ചൂടാറാൻ വെച്ചാൽ ഭയങ്കര ചൂട്. അപ്പൊ ചൂടായതുകൊണ്ട് ചെറിയൊരു നാരങ്ങളും കുടിക്കാന്ന് വെച്ചു. അപ്പൊ അത് പഞ്ചസാര ഇട്ടിട്ട് കുടിക്കട്ടെ ഞങ്ങൾ രണ്ടുപേരും. എന്തോരം കുടിച്ചാലും മതിയാവില്ല. ഉപ്പാണുള്ളത്. പഞ്ചസാര എനിക്കിഷ്ടം. പഞ്ചസാര ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ ടേസ്റ്റോടുകൂടി കുടിക്കണമെങ്കിൽ പഞ്ചസാര വേണം. ഞാനിടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ട മനസ്സിലായി. ഞാനിടയ്ക്ക് പഞ്ചസാര ഫുള്ളിൽ ഒഴിവാക്കി ഡയറ്റൊക്കെ ചെയ്ത് കിലോ അത് വേണം, തുടങ്ങണം. കുറച്ചും കൂടെ ഒന്ന് കഴിച്ചാലും ഓർത്താം. ഭയങ്കര ചൂടായതുകൊണ്ട് സംസാരിക്കാൻ ഒന്നും പറ്റില്ല. ഭയങ്കര ചൂട്. നിങ്ങൾക്ക് അവിടെ ചൂടുണ്ട് എല്ലാവർക്കും? ഇവിടെ എറണാകുളമൊക്കെ ഭയങ്കര ചൂട്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ചൂടുള്ള സ്ഥലത്തേക്ക് ചൂട്. 10 ആളുകളൊക്കെ എന്നൊരു ചേട്ടൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആള് പറയാൻ ഒക്കെ തണുപ്പോണ്ട് നിൽക്കാൻ പറ്റുന്നതാണ്. ഓരോ നാട്ടിലും ഓരോ കാലാവസ്ഥ. ചൂടുള്ളത് നമുക്ക് ബുദ്ധിമുട്ട്, തണുപ്പാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ട്. ഒരു തണുപ്പായിട്ട് എനിക്ക് പുറത്തേക്ക് അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തണുപ്പില്ലേ, ഇനി എത്ര കാലം കാത്തിരിക്കുന്നത് തണുപ്പ് കിട്ടാൻ. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയണല്ല. അപ്പോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ മറ്റേ നമ്മുടെ സോപ്പിന്റെ സംഭവം നമ്മൾ ഓരോ പാത്രത്തിലേക്ക് പകർത്താൻ പോവാണ് കേട്ടോ. നിർബന്ധം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല, നല്ല ചൂടായതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ചൂടേ എന്തൊരു ചൂട്. അപ്പോൾ നമ്മൾ വേറെ നല്ല പണി എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോർത്താണ്. അപ്പൊ ഈ പാത്രമാണ് ഞാൻ എടുക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ പാത്രം എന്തുകൊണ്ടെങ്കിലും എടുക്കും. പ്ലാസ്റ്റിക്കിന്റെ എടുക്കണമെങ്കിൽ ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. ഇത് ചില്ലായതുകൊണ്ട് പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിലും ഇഷ്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. കാരണം വേറെ ഒന്നുമല്ല, നാളെ നമ്മൾ എടുക്കാൻ നേരത്തെ അത് പിടിയെന്നൊന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ തടവി കൊടുക്കുക കേട്ടോ. എണ്ണ ഒന്നും തടവി കൊടുക്കുക. ഇപ്പൊ എത്രമാത്രം ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് പാത്രത്തിൽ എണ്ണ തടവി കൊടുക്കുക. കയ്യിൽ എണ്ണ എടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഈ പാത്രത്തില്. കാരണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് സെറ്റ് ആവില്ല. ഉണങ്ങിയ പാത്രം വേണമെങ്കിൽ ഇപ്പൊ നനഞ്ഞ പാത്രമാണെങ്കിൽ തുണി വെച്ച് തുടച്ചോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഉണങ്ങിയിരുന്ന പാത്രം ആയതുകൊണ്ട് എനിക്ക് എളുപ്പപ്പണിയായിരുന്നേ, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അത് വെച്ചു തേച്ചു. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ആ സ്റ്റോവ് നമ്മൾ മാറ്റി. അപ്പൊ ഞാൻ പാത്രം എടുത്ത്, ചൂട് കുറവുണ്ട്, വലിയ ചൂടൊന്നുമില്ല. അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് നിറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ പാത്രത്തിന്റെ ഷേപ്പിൽ കിട്ടി. ഐസ്ക്രീമിന്റെ പെട്ടിയൊക്കെയില്ല, അതൊക്കെ എടുത്താലും മതി. നമ്മളിപ്പോ വീട്ടിൽ യൂസ് ചെയ്യാൻ നമ്മൾക്ക് ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഒരു പാത്രം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ആലോചിക്കുക, ഒരു സോപ്പിൽ നിന്ന് 5 സോപ്പ് നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ. പിന്നെ മേളിൽ കാണുന്ന പതയില്ലേ, അത് ഉണ്ടാവും കേട്ടോ. നാളെ ആകുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. അപ്പൊ ഇത് ഇളക്കൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇടയ്ക്ക് പോയിട്ട് നമ്മളിത് വെച്ചിട്ട് ഇടയ്ക്ക് പോയി വന്ന് തൊട്ട് നോക്കുക, കുത്തി നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, സെറ്റ് ആവില്ല. ഒരു 6-8 മണിക്കൂറെങ്കിലും വേണം കേട്ടോ സെറ്റ് ആവാൻ. ഇപ്പൊ ഇപ്പൊ രാത്രി ഇട്ടിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിയാകും. ഇപ്പൊ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വേഗം സെറ്റ് ആവും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തണുപ്പുള്ള റൂമിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പോവാണ്. വെച്ചിട്ട് നാളെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ മോർണിംഗ് ആയിട്ടുണ്ട്. രാവിലെ ഒരു 7-8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് എടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. കാണാൻ പറ്റുന്നില്ല, എല്ലാ സോപ്പും തന്നെ സെറ്റ് ആയില്ലേ, അത് ക്ലോസ് ആയിട്ട് നല്ല മണം തന്നെ കേട്ടോ. എവിടെപ്പോ അപ്പൊ ഈ നമ്മുടെ സോപ്പുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഷേപ്പിൽ, ആ പാത്രത്തിന്റെ അതേ ഷേപ്പിലാണ് വന്നേക്കണത്. 5 സോപ്പായിട്ട് നമുക്ക് കിട്ടിയേക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും സക്സസ്. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കാം, ഫേസോ കയ്യോ. അപ്പൊ ഇത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ കറക്റ്റായിട്ട്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ
നമ്മുടെ ഫേസിലെ കാര്യങ്ങളും നമുക്ക് ഒരു മടിയില്ലാണ്ട് യൂസ് ചെയ്യാം. വേറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴിയുന്നു. അപ്പൊ നമ്മുടെ സോപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് കഴുകി കഴിക്കാട്ടോ എങ്ങനെയാന്നുള്ള കാര്യം. തൊടുമ്പോ തന്നെ പദമുണ്ട്. ജൂക്കും എല്ലാ സോപ്പുകളും എടുക്കേണ്ട വെറുതെ കുഞ്ഞാവയ്ക്കും ജൂക്കുവിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതല്ലേ. പിള്ളേർക്ക് മാത്രമല്ല, നമുക്ക് വലിയ ആളുകൾക്കും സ്കിന്നിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഇല്ലേ നല്ല പദം വരുന്നുണ്ട്. കാണാൻ പറ്റണ്ട, നല്ല പദം ഉണ്ട് കേട്ടാ. നല്ല മണമുണ്ട്. നമ്മുടെ ക്യാരറ്റിന്റെ വൈറ്റമിൻ ഇയുടെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, അതുപോലെ പിയേഴ്സിന്റെ ചെറിയ സ്മെല്ല്. പിയേഴ്സിന്റെ പക്ക സ്മെല്ലല്ല, ആ ക്യാരറ്റിന്റെ ഒക്കെ ഒരു സ്മെല്ല് വന്നിട്ട് വേറൊരു സ്മെല്ല്. നല്ല മണമുണ്ട്. അപ്പോ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിടിയിൽ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പിടിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അമർത്തുക. അമർത്തുക. ബൈ ബൈ എടുത്തു. ബൈ.